നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി റവേഡ ചന്ദ്രശേഖറെ നിയമിച്ചു. 1991 ബാച്ചിലെ ഉദ്യോഗസ്ഥരാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ റവാഡ. നിലവിൽ IB സ്പെഷ്യൽ ഡയറക്ടറാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിൽ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായാണ് റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയുടെ കസേരയിലെത്തുന്നത്. CISF ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലായും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇൻസ്പെക്ടർ ജനറലായും പ്രവർത്തിച്ചിട്ടുണ്ട്. തലശ്ശേരി ASP ആയിരിക്കെ കൂത്തുപറമ്പ് പോലീസ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖറിന്റെ പങ്കിനെ ചൊല്ലി മുമ്പും വിവാദമുണ്ടായിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം സർവീസിൽ തിരിച്ചെത്തുകയും പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് മാറുകയും ചെയ്തു. 2026 ജൂലൈ വരെയാണ് സംസ്ഥാന പോലീസ് മേധാവി കാലാവധി. ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിച്ചതോടെയാണ് നിയമനം. ശരീരത്തിൽ സിറിഞ്ച് കുത്തിവെച്ച നിലയിൽ ദമ്പതിമാർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ഈരാറ്റുപേട്ട പനക്കപ്പാലത്ത് രാമപുരം സ്വദേശി വിഷ്ണു, ഭാര്യ രശ്മി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് രണ്ടുപേരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ച് ഇരുവരും ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ ശരീരത്തിൽ നിന്ന് സിറിഞ്ച് കുത്തിവെച്ച നിലയിൽ കണ്ടെത്തി. ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടാണ് രശ്മി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ സ്ഫോടനം, 7 പേർ മരിച്ചു. തെലങ്കാനയിലാണ് സംഭവം. 15 തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഫാക്ടറിയിലാണ് അപകടമുണ്ടായത്. ഫാക്ടറിക്കുള്ളിലെ റിയാക്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. സുരേഷ് ഗോപി നായകനായ ജാനകി വെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തിന്റെയും ടൈറ്റിലിലെയും പേര് ജാനകി എന്ന് മാറ്റണമെന്ന സെൻസർ ബോർഡ് നിർദ്ദേശത്തിനെതിരെ തിരുവനന്തപുരത്ത് സിനിമാ സംഘടനകളുടെ പ്രതിഷേധം. സിനിമാ പ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായ ഫെഫ്ക, താരസംഘടനയായ അമ്മ, നിർമ്മാതാക്കളുടെ സംഘടന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സിലെ റീജിയണൽ സെൻസർ ബോർഡ് ആസ്ഥാനത്തിന് മുന്നിലാണ് സമരം നടന്നത്. സംസ്ഥാന ആരോഗ്യവകുപ്പിനെതിരെ UDFന്റെ ബദൽ നയം. ആരോഗ്യ കമ്മീഷനെ നിയമിച്ചു. ഡോക്ടർ SS ലാൽ നേതൃത്വം നൽകുന്ന 6 അംഗ കമ്മീഷനാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ലക്ഷ്യമിട്ടാണ് കമ്മീഷൻ രൂപീകരിച്ചത്. 3 മാസത്തിനകം കമ്മീഷൻ പ്രാഥമിക റിപ്പോർട്ട് നൽകും. 6 മാസത്തിനുള്ളിൽ സമ്പൂർണ്ണ റിപ്പോർട്ടും സമർപ്പിക്കും. പൊതുജനങ്ങളിൽ നിന്നും ആശുപത്രി ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് ബദൽ ആരോഗ്യ നയം UDF കൊണ്ടുവരുന്നത്. ചൊവ്വാഴ്ച സർക്കാർ മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. കാക്കൂരിൽ ബസും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച അപകടം, നിരവധി പേർക്ക് പരിക്ക്. ഇന്നുച്ചയ്ക്ക് 2:30 അപകടം നടന്നത്. ലോറിയുടെ മുൻഭാഗവും ബസിന്റെ ഒരു വശവും പൂർണ്ണമായും തകർന്നു. ബാലുശ്ശേരിക്ക് വരികയായിരുന്നു ബസ്. മരം കയറ്റി ലോറി എതിർദിശയിൽ വരികയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. സമീപത്തെ ഗ്രാനൈറ്റ് കടയുടെ മതിൽ ഇടിച്ചു തകർത്താണ് ബസ് നിന്നത്. പരിക്കേറ്റവരെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലും അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് പ്രതി ജയിൽ ചാടി. മൊബൈൽ മോഷണക്കേസിൽ റെയിൽവേ പോലീസ് പിടികൂടിയ പ്രതി ജയിൽ ചാടി. കോട്ടയം ജില്ലാ ജയിലിൽ നിന്ന് അസം സ്വദേശി അമിനുൾ ഇസ്ലാമാണ് ഇന്ന് വൈകിട്ട് 3 മണിയോടെ ജയിൽ ചാടിയത്. ജയിൽ ചാടുമ്പോൾ മുണ്ട് മാത്രമാണ് ഇയാൾ ധരിച്ചിരുന്നത്. ഇന്നലെ രാവിലെ യാത്രക്കാരുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച അമിനുൾ ഇസ്ലാമിനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തതിനെ തുടർന്നാണ് ജയിലിലെത്തിച്ചത്. VSന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘത്തിന്റെ വിലയിരുത്തൽ. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല. വിദഗ്ധ സംഘത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ VS മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ നൽകുന്ന ചികിത്സയും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരാനാണ് വിദഗ്ധ സംഘത്തിന്റെ നിർദ്ദേശം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
ജമ്മു കാശ്മീരിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് പൗരനെ സൈന്യം പിടികൂടി. നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞു കയറാനാണ് ശ്രമം നടന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളെ കാശ്മീരിലേക്ക് കടക്കാൻ സഹായിക്കുന്നതിനിടെയാണ് 20 വയസ്സുള്ള ആരിഫ് എന്ന യുവാവ് പിടിയിലായത്. ഭീകരവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഇയാൾ 4 ഭീകരവാദികളെയാണ് ഇന്ത്യയിലേക്ക് കടത്താനായി ശ്രമിച്ചത്. നിയന്ത്രണ രേഖയിലെ സംശയാസ്പദമായ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ സൈന്യം നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുകയും ആരിഫിനെ പിടികൂടുകയുമായിരുന്നു. ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 2 വരെ നീട്ടി. സംസ്ഥാനത്തെ ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂലൈ 2 വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. ജൂലൈ 3-ാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും. 4-ാം തീയതി മുതൽ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും. സംസ്ഥാനത്ത് ഇന്ന് ഉച്ചവരെ 76% കാർഡുടമകൾ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട്.